ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആർ ജി സ്റ്റോറീസ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പ്രാവൻകൂട് ഷാപ്പ് എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയുടെ ഡയറക്ഷൻ ശ്രീരാജ് ശ്രീനിവാസൻ. മുമ്പ് തൂമ്പ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് പുള്ളി. അതുപോലെ ക്യാമറ ചെയ്തിരിക്കുന്നത് ഷൈജു ഖാലി, പ്രൊഡ്യൂസർ അൻവർ റഷീദ്, മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിഷ്ണു വിജയ്. പുള്ളി ഗപ്പി എന്ന സിനിമയ്ക്ക് സംഗീതം കൊടുത്തതിന് സ്റ്റേറ്റ് അവാർഡ് നേടിയിട്ടുള്ളതാണ്. അതുപോലെ പുള്ളി ചെയ്തിട്ടുള്ളതാണ് അമ്പിളി, തല്ലുമാല, സുലേഖ മനസ്സിൽ, പ്രേമലു തുടങ്ങിയ സിനിമകൾക്കൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൊടുത്തിരിക്കുന്നത് വിഷ്ണു വിജയാണ്. അപ്പോൾ ഈ സിനിമയിലേക്ക് എടുക്കുകയാണെങ്കിൽ ഈ സിനിമ ഒരു ഷാപ്പുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, ഡാർക്ക് ഹ്യൂമർ, അങ്ങനെ രണ്ട് കാറ്റഗറിയിൽ പെടുത്താൻ വേണമെന്നാണ് ഈ സിനിമേനെ. വളരെ മികച്ച ഒരു സിനിമയാണ്. ബേസിൽ ജോസഫിന്റെ അടുത്തൊരു സൂപ്പർ ഹിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ബേസിൽ ജോസഫിനെ സംബന്ധിച്ച് ജനങ്ങളുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞു. ബേസിൽ ജോസഫിന് ഏത് ക്യാരക്ടറും ചെയ്യാം. അതായത് ഒരു SIയുടെ ക്യാരക്ടറാണ് പുള്ളി ഇതിൽ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഒട്ടും മുഷിപ്പ് പോകുന്നില്ല. ഇപ്പോൾ ഒരു പോലീസ് ഓഫീസറുടെ ക്യാരക്ടറൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ മുൻപ് ആരൊക്കെ ചെയ്തിരുന്നത്, ഒന്നിൽ പൃഥ്വിരാജ് ചെയ്യണം, അല്ലെങ്കിൽ മമ്മൂട്ടി ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ആളുകൾ ആ ആകാര ഭംഗിയും കൂടി നോക്കും. അപ്പം അതൊന്നും ഒരു ജനങ്ങളുടെ മനസ്സിൽ കയറി കഴിഞ്ഞ ഒരു ആക്ടറെ സംബന്ധിച്ച് അതൊന്നും ഒരു വിഷയമല്ല എന്ന് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പുള്ളി വളരെ മികച്ച പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ സൗബിൻ ഷാഹിറിന്റെ ക്യാരക്ടർ എടുത്തു പറയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ കരിയർ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഈ സിനിമയിലെ പെർഫോമൻസ്. ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും വളരെ മികച്ച പെർഫോമൻസ് ആണ്. നമ്മുടെ ചെമ്പൻ വിനോദ് ഉണ്ട്. അപ്പോൾ ഈ സിനിമയിൽ എനിക്ക് ഒരു ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഷാപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്നതുകൊണ്ട് ഈ സിനിമയിൽ ബംഗാളികൾ ഉൾപ്പെടുത്തിയിട്ടില്ല. 1-2 ക്യാരക്ടർ ബംഗാളികൾ ഉൾപ്പെടുത്തായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ നമ്മുടെ നാട്ടിൽ ഷാപ്പുകളിലെ കള്ള് മുഴുവൻ കുടിച്ചേർക്കുന്ന ബംഗാളികളാണ്. അത് ഡയറക്ടർ ശ്രദ്ധിക്കേണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ സിനിമയിൽ നമ്മുടെ ബേസിലിന്റെ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ശരിക്കും ഷെർലക് ഹോംസിന്റെ ഒരു നോവല് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതിലത്തെ ഡയലോഗുകൾ പോലെയാണ് പുള്ളിയുടെ ഡയലോഗ് മുഴുവനും. പുള്ളി കേസ് തെളിയിക്കുന്ന രീതിയും ക്ലൈമാക്സും ഒക്കെ ഏകദേശം ആ ഒരു ശൈലിയാണ്, ഷെർലക് ഹോംസ് ശൈലിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. പടം നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും അഭിനേതാക്കളും എല്ലാം മികച്ചാണ്. ക്യാമറ എല്ലാം മികച്ചാണ്. ഈ സിനിമ അടുത്തൊരു ഹിറ്റ് സിനിമ തന്നെയാണ് ഇത്. പിന്നെ ഈ സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്, റോട്ടി കിടക്കുന്ന പിച്ചക്കാരുണ്ടെങ്കിൽ മാറിക്കോ ഞാൻ വണ്ടി കയറ്റി കൊല്ലും എന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. അത് സൽമാൻ ഖാനെ ഊക്കിയതാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പോൾ വളരെ മികച്ച സിനിമയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. ഇത്രയേ ഉള്ളൂ ഈ സിനിമയെ കുറിച്ച് പറയാൻ. കൂടുതൽ പറഞ്ഞ് ഈ സിനിമേനെ എന്താ പറയുക, സിനിമ കാണാനായിരിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുക. താങ്ക് യു. RJ സ്റ്റോറീസ് സൈനിങ് ഓഫ്.